MDMA കേസ് പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവരെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 22 വരെ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ. പ്രതികൾക്കായി ഹാജരായത് കോൺഗ്രസ് നേതാവായ അഭിഭാഷകൻ കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമ്മാടമാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഈ പോലീസ് കസ്റ്റഡിയിൽ ഇവരെ വിടുന്നത് തന്നെ 11 ദിവസങ്ങൾക്ക് ശേഷമാണ് കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നത് പോലീസ്. മറ്റൊന്ന്, ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരാകാനെത്തിയത് അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്. ഒന്നാം ദിവസം പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ വാങ്ങിക്കുന്നത്. പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകുന്നില്ല എന്നത് വലിയ വിവാദമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നില്ല, ഉന്നത ഉദ്യോഗസ്ഥർ പോലീസിന്റെ കേസ് ഏറ്റെടുക്കുന്നില്ല തുടങ്ങിയ വലിയ വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ 11ാം ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രതികളെ 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ഉത്തരവായിരിക്കുന്നത്. പോലീസ് ആവശ്യപ്പെട്ടത് ഈ 3 ദിവസത്തേക്ക് തന്നെയാണ്. 20, 21, 22 തീയതികളിലേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കോടതി 3 ദിവസത്തേക്ക് പ്രതികളെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് കോൺഗ്രസ് നേതാവായ അഭിഭാഷകനാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസുമായുള്ള പ്രതികളുടെ ബന്ധം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമ്മാടമാണ് ഈ 4 പ്രതികൾക്ക് വേണ്ടിയും കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പെരുമ്പാവൂർ സ്വദേശികളായ KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൽ സലാം, PA അബ്ബാസ്, സൈനുലാബ്ദീൻ എന്നിവരെ ഇന്ന് രാവിലെയാണ് കോടതിയിൽ എത്തിച്ചത്. ആദ്യ കേസായി തന്നെ കോടതി ഇത് പരിഗണിച്ചുകൊണ്ട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് ഇവരെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. നിലവിൽ നീലേശ്വരം CI പ്രശാന്തൻ അന്വേഷണ ചുമതല കൈമാറിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘമില്ലാത്തതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ചന്തേര ഇൻസ്പെക്ടർ MB ഷിജു സ്ഥലം മാറിപ്പോയ ശേഷം ചന്തേര SIക്ക് അന്വേഷണ ചുമതല കൈമാറിയതും വലിയ വിവാദമായിരുന്നു. CIക്ക് മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണ ചുമതല ഏറ്റെടുക്കാത്തതും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാത്തതും വിവാദമായതിനെ തുടർന്ന് ഇപ്പോൾ പേരിനൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നടക്കം മയക്കുമരുന്ന് എത്തിച്ച് കേരളത്തിൽ മൊത്തക്കച്ചവടം നടത്തുന്ന പ്രതികളുടെ സൈബർ തട്ടിപ്പ്, ഉന്നതതല ബന്ധങ്ങൾ, തുടർച്ചയായി വിദേശയാത്ര, ഹവാല ഇടപാട്, ഗുണ്ടാ സംഘങ്ങളുമായുള്ള അടുപ്പം തുടങ്ങി ക്രിമിനൽ പശ്ചാത്തലം ഓരോന്നായി ഓരോ ദിവസവും പുറത്തു വന്നിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ കേസിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്ന വലിയ ആരോപണം ഉയർന്നു വരുന്നുണ്ട്. മനു. സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.